വെൽക്കം ബാക്ക് ടു അനൂസ് മാജിക് പ്ലേറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്വീറ്റ് ഐറ്റമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മടക്കസാൻ. ഈ മടക്കസാൻ വളരെ ഹെൽത്തിയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുൻപായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ ഒട്ടും താമസിക്കേണ്ട, വീഡിയോ കാണാം. അപ്പോൾ മടക്കസാൻ ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് അളന്ന് വെച്ചതാണ്. പിന്നെ 1 മുട്ട, പിന്നെ ആവശ്യത്തിന് വെള്ളം. അത് ഞാൻ 1.5 കപ്പ് വെള്ളം അളന്ന് വെച്ചതാണ്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പ്. ഇത്രയും മതിയാകും മാവ് റെഡിയാക്കുവാനായിട്ട്. പിന്നെ ഫില്ലിങ്ങിനായിട്ട് 1 മുറി തേങ്ങ ചിരകിയത്, കുറച്ച് ശർക്കര ചീകിയത്, പിന്നെ വേണ്ടത് ഏലക്ക പൊടിച്ചത്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇത്രയും മതിയാകും നമ്മുടെ മടക്കസാൻ ഉണ്ടാക്കുവാനായിട്ട്. എങ്കിൽ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം ഞാനിവിടെ 1.5 കപ്പാണ് വെള്ളം അളന്നെടുത്തത്. അത് കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. നമുക്ക് കട്ടയില്ലാതെ ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടണം. ആ ഒരു പരുവത്തിൽ കിട്ടുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ആ കപ്പിൽ തന്നെ ഞാൻ 1.5 കപ്പ് വെള്ളമായിരുന്നു ഞാനിവിടെ അളന്ന് വെച്ചിരുന്നത്. വെള്ളം മുഴുവൻ ഞാൻ ഒഴിച്ചില്ല, 1.25 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഇനി ഇത് കട്ടയില്ലാതെ നമുക്ക് അടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ ഞാൻ അടിച്ചെടുത്തിട്ട് വരാം. ഒട്ടും കട്ടയില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതാണ് കറക്റ്റ് പരുവം. പിന്നെ ഓരോ പൊടി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൻ്റെ അളവ് മാറാം. അപ്പോൾ 1 മുട്ടയും കൂടെ ചേർത്ത് നമ്മൾ തയ്യാറാക്കിയതാണിത്. മുട്ട ചേർത്തത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന്. നമുക്കിത് ഈ കൂട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള കൂട്ട് റെഡിയാക്കാം. ആദ്യം ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര ചീകിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മറയൂർ ശർക്കരയാണ്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നത്. ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും അതിന്. അപ്പോൾ കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് തിരുമ്മി യോജിപ്പിക്കാം. അപ്പോൾ ഫില്ലിങ്ങിനുള്ള തേങ്ങ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മടക്കസാൻ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. അപ്പം ഞാനിവിടെ
കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ മടക്കസാൻ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ടും നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോ തവി വീതം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ പരത്തിയെടുക്കുക, കനം കുറച്ച്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകൾ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിത് മറിച്ചിടാം. നമുക്ക് മറിച്ചിടാം. അപ്പോൾ തേങ്ങയുടെ കൂട്ട് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് മടക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മടക്കസാൻ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അടുത്തത് ചുട്ടെടുക്കാം. ഇതിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കനം കുറച്ചങ്ങ് പരത്തുക. ഇങ്ങനെ ഡ്രൈ ആകുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിടാം. നല്ല സോഫ്റ്റാണിത്. ഗോതമ്പ് പൊടി ആകുമ്പോൾ വളരെ ഹെൽത്തിയാണ്. ശർക്കരയുടെയും തേങ്ങയുടെയും കൂടെ ഏലക്കാപ്പൊടി ചേർക്കാൻ മറക്കരുത്. വളരെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂട്ട് നമുക്ക് നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. രണ്ട് സൈഡിൽ നിന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ ഈസിയാണ് ഉണ്ടാക്കുവാനായിട്ട്, അതുപോലെ വളരെ ടേസ്റ്റിയാണ്. മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മടക്കസാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇതിപ്പോൾ 7ാമത്തെ മടക്കസാനാണ്. അങ്ങനെ 1 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ 7 മടക്കസാൻ തയ്യാറാക്കിയെടുത്തു. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.